ഗൈസ്, അപ്പൊ തമ്മിൽ കണ്ട പോലെ തന്നെ കുറെ ആൾക്കാരൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ്. ഏകദേശം ഇത്രത്തോളം റിക്വസ്റ്റ് ആണ് ഈ ഒരു സംഭവത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. സംഭവം വേറൊന്നല്ല, ഒരു പ്ലാനർ ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് വെച്ചാല് നമുക്ക് സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാനർ. ഈ ഒരു പ്ലാനർ ഒരു മാസത്തേക്ക് ഫുള്ള് വേണ്ടതാണ് ഉണ്ടാക്കുന്നത്. ആദ്യ ഒരു പ്ലാനറിൽ വേണ്ടതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പേജ്. എന്ന് വെച്ചാല് മെയിൻ പേജ് എന്ന് പറഞ്ഞാല് ആ ഒരു മന്തിലെ പേരും ആ ഒരു മന്തിനായിട്ട് ബന്ധപ്പെട്ടോ അല്ലാതെയോ എന്തെങ്കിലുമൊക്കെ ഒരു പിക്ചർ ഒക്കെ വരച്ച് നല്ല ക്യൂട്ട് ആക്കിയിട്ട് ഒരു മെയിൻ പേജ്. ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്. സമയമൊന്നുമില്ലെങ്കിൽ ഇത് ചെയ്യണ്ട. ഇപ്പൊ എനിക്ക് സമയമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊന്നും ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് പിന്നേക്ക് എടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് അതിന്റെ ഒരു തുടക്കം നല്ല രസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ അതിന്റെ ടാബിൽ ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് അത് പേപ്പർ കോപ്പി ആപ്പ് വഴിയാണ് വരക്കുന്നത്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന പ്ലാനർ ജൂലൈ എന്ന് പറഞ്ഞ മന്തിലാണ് കേട്ടോ. കാരണം ഞാൻ ജൂണിൽ ഓൾറെഡി ഉണ്ടാക്കി പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്രയും റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഉണ്ടാക്കുന്ന ജൂലൈക്ക് പകരം നിങ്ങൾ ജൂൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ടും ജൂണിന്റെ കലണ്ടർ യൂസ് ചെയ്താലും മതി. അല്ലാതെ ഇതിന്റെ കോൺസെപ്റ്റ്സ് ഒന്നും മാറ്റണം എന്നില്ല. വേണമെങ്കിൽ മാറ്റാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് പേരുകൾ മാറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് ജൂണിലെയും സെറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിലാണെങ്കിൽ ഞാനൊരു ക്യൂട്ട് റാബിറ്റിന്റെ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്താൽ എന്തും നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. മൊബൈൽ ഫോണിൽ യൂസ് ചെയ്താലും നല്ലപോലെ വരക്കാൻ പറ്റും. പിന്നെ ടാബിലാകുമ്പോൾ വലിയ സ്ക്രീൻ ആയതുകൊണ്ടാണ് ഞാൻ ടാബ് ചൂസ് ചെയ്തിട്ട് അത് വെച്ച് വരക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെയിൻ പേജ് നല്ല ഫുള്ള് കളർഫുൾ ആക്കി കൊടുക്കാം. ഞാൻ ഇത് പറയണം എന്താണെന്ന് വെച്ചാൽ കളർഫുൾ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ജൂണിന്റെ ഒക്കെ കാണിച്ചു തന്നില്ലേ, ഇതേപോലെ ആ ഒരു മന്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു മന്ത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മന്തിന്റെ ഫ്രഷ്നെസ്സും അതും ഇതൊക്കെ നമുക്ക്. പിന്നെ ഞാനൊരു പിക്ചറിൽ ഒരു കോട്ടും കൂടി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹാവ് എ ഗുഡ് ടൈം എന്ന് പറഞ്ഞൊരു കോട്ടായിരുന്നു. പിന്നെ എല്ലാം വരച്ചു കഴിഞ്ഞാൽ സ്കെച്ചുകളൊക്കെ അതേപോലെ തന്നെ തിരിച്ചു വെക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പേജിന്റെ ലാസ്റ്റ്. അടുത്തതാണ് മന്ത്ലി പ്ലാനർ. എന്ന് വെച്ചാൽ നമ്മൾ കലണ്ടർ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഒരു കലണ്ടർ പ്ലസ് പ്ലാനർ ആണ്. സംഭവം പറഞ്ഞല്ല, നമ്മൾ ഒരു കലണ്ടർ വരയ്ക്കുന്ന പോലെ തന്നെ വരക്കുക, പക്ഷെ കുറച്ച് സ്പേസ് ഇട്ട് വരക്കുക. നമ്മൾ ആ നമ്പേഴ്സ് ഒക്കെ കുറച്ച് ചെറുതാക്കിയാണ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മന്ത്ലി പ്ലാനറിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഇടയിൽ ഇതേപോലെ സൺഡേ മൺഡേ എന്ന് നമ്മളുടെ എല്ലാ ആഴ്ചയിലെ ദിവസങ്ങളും എഴുതി കൊടുക്കുക. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ഇവിടെ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് കാണിക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് ഞാൻ ഇരിക്കുന്ന കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇരിക്കണം. ആ ഒരു ചവിട്ടിന്ന് അവിടെ നിന്ന് മാറിയില്ല. എന്തായാലും ബാക്ക് ടു ദ വിഷയം, നമ്മൾ ഇതേപോലെ കുറച്ച് കള്ളികളൊക്കെ വരച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ കലണ്ടറിൽ ഫുള്ള് ബോക്സുകളാണല്ലോ, അതേപോലത്തെ ബോക്സുകൾ വരച്ചിട്ട് വളരെ ചെറിയ അക്ഷരത്തിൽ നമുക്ക് കാണാൻ പറ്റണം. അങ്ങനത്തെ ഒരു അക്ഷരത്തിൽ നമ്മൾ അതിന്റെ ആ ഒരു നമ്പേഴ്സ് ഒക്കെ എഴുതി കൊടുക്കാം. എഴുതുമ്പോൾ ഡേറ്റും ഡേ ഒക്കെ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണോ എഴുതുന്നതെന്നൊന്ന് നോക്കണം, ഇല്ലെങ്കിൽ ഫുള്ള് കൊളാവും. എന്നിട്ട് സാധാ പെൻസിൽ വെച്ച് വരച്ചേക്കുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ സ്കെച്ച് വെച്ച് ഒന്നും കൂടി ഭംഗിയാക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് സാധനം വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ക്രയോണോ കളർ പെൻസിലോ എന്ത് സാധനം വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവനയിൽ സെറ്റ് ആക്കാം. അപ്പോൾ മന്ത്ലി പ്ലാനർ എഴുതി വന്നപ്പോൾ താഴെ കുറച്ച് സ്ഥലം ഉണ്ടായി. അപ്പൊ ഞാൻ അവിടെ റിമൈൻഡേഴ്സ് എഴുതി വെച്ചിട്ട് കുറച്ച് സംഭവം ചെയ്തു. അടുത്തതാണ് ഡെയിലി പ്ലാനർ. ഡെയിലി പ്ലാനർ ഞാൻ പൊതുവേ ചെയ്യാറില്ല, പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. വേറെ ഒന്നല്ല, നമ്മൾ ഫസ്റ്റ് തന്നെ ഹെഡിങ് കൊടുക്കുക. ഡെയിലി പ്ലാനറിന് നല്ല വലിയ അക്ഷരത്തിൽ തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക. അതിലേക്ക് നിങ്ങളുടെ ഭാവന അനുസരിച്ച് ചെയ്യാം. ഞാനാണെങ്കിൽ ഇപ്പൊ വെറുതെ ഇങ്ങനെ ഒരു ലൈൻസ് പോലെ വരച്ചിടുകയാണ്. കാരണം നമുക്കപ്പോൾ നല്ലപോലെ സ്പേസ് കിട്ടും എഴുതാനായിട്ട്. ഇതിനു പകരം വല്ല ബോക്സുകളോ സർക്കിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചാൽ കൂടുതൽ ക്യൂട്ടാവും. പക്ഷെ സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പപ്പണിയും കൂടിയാണ്. നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കുക. കാരണം നമുക്ക് എല്ലാ മന്തും ഒരേപോലെ നല്ല സമയം ഉണ്ടാവണം എന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സർക്കിൾസോ ട്രയാങ്കിൾസോ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് വരക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയോ, സ്കൂളൊക്കെ തുറക്കാനായി. അപ്പൊ ഇത് വേഗം തന്നെ ഉണ്ടാക്കി വെച്ചോ, ഇല്ലെങ്കിൽ സ്കൂളിന്റെ ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും പെട്ടുപോകും. ഈ ഒരു സംഭവത്തിന്റെ യൂസ് വേറൊന്നല്ല, നമുക്ക് ഓരോ ദിവസവും ഒന്ന് ട്രാക്ക് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ നമുക്ക് ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി വെക്കാം. മന്ത്ലി പ്ലാനർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ദിവസങ്ങളൊന്നും മാർക്ക് ചെയ്ത് വെക്കാന്നുള്ളതാണ്. അപ്പോൾ ഇവര് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ബോക്സ് പോലെ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഡേറ്റുകൾ എഴുതാനായിട്ട് മറക്കണ്ട. ഡേകൾ വേണമെങ്കിൽ എഴുതിയാൽ മതി. ഞാൻ ഡേ എഴുതാറില്ല. അപ്പോൾ ഡേറ്റ്സും കൂടി എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നമുക്ക് നല്ല സെറ്റ് ആയിട്ട് കിട്ടും. അടുത്തത് വളരെ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ വളരെ നല്ലൊരു കാര്യമാണ്. വേറെ ആരെയും പറ്റിയല്ല, മൂഡ് ട്രാക്കറിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് സംഭവം വേറെ ഒന്നല്ല കേട്ടോ. ഇത് കുറച്ച് ഫണ്ണാണ്. ഇത് നമുക്ക് വളരെ ഇഷ്ടപ്പെടാനും ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ഈ കളിക്കൊടുക്ക ബാലരമ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സംഭവം ചെയ്യുന്ന പോലെ ഒരു തോന്നൽ ഉണ്ടാവുള്ളൂ. സംഭവം പറഞ്ഞല്ല, ഓരോ ഡേറ്റ് ഇടുക. അതായത് ഞാനിപ്പോ ഇവിടെ ഹാർട്ട്സ് ആണ് വരച്ചു കൊടുത്തേക്കുന്നത്. എന്ത് വേണേലും വരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഇമോഷൻസ് ആയിട്ടുള്ള ഒരു ഹാപ്പി ഡേ ആയിരുന്നോ, നോർമൽ ഡേ ആയിരുന്നോ, അല്ലെങ്കിൽ ആംഗ്രി ആയിട്ടുള്ള ഡേ ആയിരുന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡേയ്സിന്റെ പേര് എഴുതാം. എന്നിട്ട് ഓരോ ഡേയ്സിനും നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കളേഴ്സ് വീതം നൽകുക. എന്നിട്ട് ഓരോ ഡേയ്സും കഴിയുമ്പോൾ ആ ഡേ എങ്ങനെയായിരുന്നു എന്നുള്ള കളർ ആ ഓരോരോ ഹാർട്ടിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് വേറെ രീതിയിലും ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ സംസാരിച്ച് നമ്മുടെ പ്ലാനർ ഒക്കെ റെഡിയായി. കമോൺ, ഇനി നമുക്ക്
നമുക്ക് പ്ലാനറിന്റെ ഫിറ്റ്സ് ഒക്കെ കാണാം. അപ്പോൾ ആദ്യം ചെയ്ത പോലെ ഒരു മെയിൻ പേജ് ഉണ്ട്, അതിന്റെ അപ്പുറത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മന്ത്ലി പ്ലാനറും ഡെയിലി പ്ലാനറും കാണാം. നിങ്ങൾക്ക് ആ ഡെയിലി പ്ലാനറിൽ കാണുന്നില്ലേ, അതേപോലെയാണ് ഡേറ്റ്സ് ഒക്കെ ഒന്ന് എഴുതി കൊടുക്കേണ്ടത്. അതിന്റെ അപ്പുറത്തോട്ടൊന്ന് തിരിച്ചാൽ വീണ്ടും നമുക്ക് ഡെയിലി പ്ലാനറിന്റെ ബാക്കി ഭാഗങ്ങളാണ് കാണുക. അത് തന്നെ നമുക്ക് മൂഡ് ട്രാക്കറും കൂടി കാണാൻ പറ്റും. അപ്പോഴത്തേക്കും നമ്മുടെ സംഭവമൊക്കെ സെറ്റായി. എന്തായാലും ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യൂലേ? അല്ലടാ, സ്കൂൾ ഓർക്കാറായി, വേഗം പോയി ഉണ്ടാക്കി. ആകെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടത് 2-3 പേര് മാത്രമേ. അപ്പോൾ ആ ഒരു 2-3 പേർക്ക് താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ആ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.